നമസ്കാരം. നന്മ നിറഞ്ഞ മനസ്സുള്ളവർ ജീവിതത്തിൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ നമ്മൾ ദൈവസാന്നിധ്യം ഓർത്തുപോകും. വിദ്വേഷം വമിക്കുന്ന, ചോരപ്പുഴ ഒഴുകുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ഇത്തരം വാർത്തകൾ മനസ്സിന് കുളിരു പകരും. ഇതാ അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ വാർത്ത. തമിഴ്നാട് സേലം കലക്ടർ രോഹിണി ഔദ്യോഗികതകൾക്കപ്പുറം കാണിച്ച മനുഷ്യത്വത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉദാത്ത മാതൃകയെക്കുറിച്ചാണ് ഈ വാർത്ത. സാമ്പത്തിക പ്രശ്നം കാരണം വിദ്യാഭ്യാസം തുടരാനാവാതെ 3-ാം വർഷം MBBS പഠനം ഉപേക്ഷിക്കാൻ ഒരുങ്ങിയ പെൺകുട്ടിക്ക് കലക്ടർ തുണയായി. തമിഴ്നാട് ചാനൽ ന്യൂസ് ഗ്ലിറ്റ്സ് സംപ്രേഷണം ചെയ്ത വാർത്തയിൽ വികാരനിർഭരമായ വാക്കുകളിൽ കലക്ടർ രോഹിണി സംസാരിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. ഇതുവരെ 170 കലക്ടർമാർ സേലം ജില്ലയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 171ാമത്തെ കലക്ടറായ രോഹിണി സേലം ജില്ലയിലെ പ്രഥമ വനിതാ കലക്ടർ കൂടിയാണ്. സേലം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ അബ്ദുൾ സമദിന്റെ മകൾ പ്രദേശത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിനിയാണ്. സാമ്പത്തിക പ്രശ്നം കാരണം ഫീസ് അടയ്ക്കാൻ കഴിയാതെ വീട്ടുകാർ വിഷമിക്കുന്നത് കണ്ടറിഞ്ഞ പെൺകുട്ടി 2-ാം വർഷം പഠനം പൂർത്തിയാക്കിയെങ്കിലും 3-ാം വർഷം ക്ലാസ്സിൽ എത്തിയില്ല. ഫീസ് അടയ്ക്കാത്തതിനാൽ കോളേജ് പഠനം നിർത്തിയ വിവരം പ്രദേശത്തെ സാമൂഹിക പ്രവർത്തകർ കലക്ടർ രോഹിണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. 2 വർഷം പൂർത്തിയാക്കിയ ശേഷം മെഡിക്കൽ പഠനം നിർത്തേണ്ടി വന്ന കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും വിവരമറിഞ്ഞ കലക്ടർ ഉടനെ സമീപത്തെ ഇന്ത്യൻ ബാങ്ക് ശാഖയിലെത്തി 10 മിനിറ്റിനകം കുട്ടിക്ക് വിദ്യാഭ്യാസ വായ്പ ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യൻ ബാങ്കിൽ നിന്നും വായ്പ 4 ലക്ഷം രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങിയ കലക്ടർ രോഹിണി അത് കുട്ടിയുടെ വീട്ടിലെത്തി കൈമാറി. നിറകണ്ണുകളോടെ നന്ദി അറിയിച്ച പെൺകുട്ടിയുടെ മാതാവിനെ കലക്ടർ ചേർത്ത് പിടിച്ച് സമാശ്വസിപ്പിച്ചു. പഠനത്തിന് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും തന്നെ ബന്ധപ്പെടാമെന്ന വാഗ്ദാനം നൽകിയാണ് കലക്ടർ മടങ്ങിയത്. കലക്ടർ എന്ന നിലയിലല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കാനുള്ള ബാധ്യത നിർവഹിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ പഠനം തുടരാനാവാത്ത പെൺകുട്ടികളെക്കുറിച്ച് അവർ ഓർത്തു കാണണം. അതോടെ കലക്ടർ ரோகிணியோட ശബ്ദം ഇടറി. இந்த உதவி வந்து ஒரு கலெக்டரான முறையிலங்கிறது செய்யல. இது வந்து ஒரு உமன் இன்னொரு உமனோட ஒரு எம்பவர்மெண்ட்காக செஞ்சிருக்கக்கூடிய உதவி. ஷீ இஸ் a very bright student. அதனால அவங்களுக்கு வந்து ஏகாரணத்தில் கொண்டு அவங்களுடைய எஜுகேஷன் வந்து டிஸ்கண்டினியூ பண்ணக்கூடிய ஒரு சூழ்நிலை வரக்கூடாது. அதற்காக தான் ഇത് ഒരു ആക്ഷൻ. നന്നായി പഠിക്കുന്ന പെൺകുട്ടികൾ പല കാരണങ്ങളാലും പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാതാക്കുന്നതിന് ശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചാണ് കലക്ടർ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് തേജസ്.